Hi friends, welcome to R4I. കഴിഞ്ഞ മാസം ഏപ്രിൽ 19 കാനറ ബാങ്കിൻ്റെ ഭാഗത്ത് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻ്റ് ആയിരുന്നു അതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ്. മെയ് 15 ആയിരുന്നു അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അതായത് മെയ് 15 ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ സ്റ്റോക്ക് ഉള്ളവർക്ക് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 2 രൂപ ഫേസ് വാല്യൂ ആയി കാണപ്പെടും. അതായത് 1:5 എന്ന റേഷ്യോയിലായിരുന്നു സ്പ്ലിറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സ്പ്ലിറ്റ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്കിൻ്റെ പ്രൈസ് 1/5 കുറയും. അതാണ് ഇന്ന് സ്റ്റോക്കിൽ സംഭവിച്ചത്. സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനാണ് കാനറ ബാങ്ക് ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ ജനറൽ പബ്ലിക്കിനും സ്റ്റോക്ക് അഫോർഡബിൾ ആകുന്നതോടുകൂടി ഈ സ്റ്റോക്കിൽ നല്ല തോതിലുള്ള വോളിയം വർദ്ധിക്കുകയും അങ്ങനെ സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇങ്ങനെയൊരു നീക്കം കാനറ ബാങ്ക് നടത്തിയത്. അപ്പോൾ 567 രൂപ വരെ എത്തിയ സ്റ്റോക്ക് ഇന്ന് ഓപ്പൺ ചെയ്തപ്പോൾ അത് സ്പ്ലിറ്റായിട്ട് 113, 114 എന്ന ലെവലിലെത്തുകയും പിന്നീട് അത് ഓപ്പൺ ഒരു 3% മുന്നേറ്റത്തോടുകൂടി 118 വരെ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏപ്രിൽ 19 ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ ചെറിയൊരു റാലി നടന്നിരുന്നു. 113 നിന്ന് 127 വരെ ഈ സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് മൂവ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ റാലി അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ സ്റ്റോക്ക് താഴേക്ക് വന്നു എന്ന് മാത്രമല്ല, അത് ആ ഒരു 113 എന്നുള്ള ലെവലിൽ നിന്ന് താഴേക്ക് പോയി 106 വരെ എത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അന്ന് താഴേക്ക് പോയ ആ സ്റ്റോക്ക് അതിൻ്റെ ആ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആ 106 നിൽക്കുകയും അവിടെ നിന്നാണ് പിന്നീട് ഇപ്പോൾ ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് പ്രാബല്യത്തിൽ വന്ന ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 4% ഒരു റിക്കവറി നമുക്ക് ഈ സ്റ്റോക്ക് പ്രൈസിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയതുകൊണ്ടല്ല ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി ഉണ്ടായത്, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എന്നാണ് നമുക്കിതിൻ്റെ ഒരു പ്രൈസ് മൂവ്മെൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ റാലി കണ്ടിന്യൂ ചെയ്യുമായിരുന്നു, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവും കാണാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് പരിശോധിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച കാനറ ബാങ്ക് പ്രസിദ്ധീകരിച്ച Q4 റിസൾട്ട് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 20.5% ഒരു വർധനവ് കാനറ ബാങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വമ്പിച്ചൊരു സെയിൽസ് ഗ്രോത്ത് തന്നെയാണ്. കൂടാതെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിലും 18% വർധനവ് നമുക്ക് കാണാൻ കഴിയും. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ ഏകദേശം 3% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ ഏകദേശം 4% വർധനവും നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കാനറ ബാങ്ക് മുന്നോട്ട്, അതും ഈ സ്റ്റോക്കിലുണ്ടായ ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് കാരണമായിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. കൂടാതെ ആ റിസൾട്ട് നെറ്റ് NPA നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 ക്വാർട്ടറുകളിൽ അത് കുറച്ച് കൊണ്ടുവരുന്നത് കാണാം. നമുക്കറിയാം ഏതൊരു ബാങ്കിൻ്റെയും അതിൻ്റെ പെർഫോമൻസ് അളക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ് അതിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ക്വാളിറ്റി നോക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അത് 1.96 നിന്ന് ഓരോ ക്വാർട്ടറിലും കുറഞ്ഞ് 1.73, 1.75, 1.41, 1.32, 1.27 എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ കാനറ ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു വലിയ കമ്പനിയാണ്, ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 1 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കമ്പനിയാണ് കാനറ ബാങ്ക്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 7.05 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. 5 ഇയേഴ്സിൻ്റെ PE 6.79 ആയിരുന്നു. അപ്പോൾ 5 ഇയേഴ്സ് PE അതിൻ്റെ ഒരു മീഡിയൻ PEയുമായിട്ട് ഏകദേശം അതേ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റോക്കിൻ്റെ PE ഉള്ളത്. ഒരിക്കലും ഓവർ വാല്യൂഡ് ആയിട്ട് ഇല്ല. ഇനി ഇൻഡസ്ട്രി PE ആണെങ്കിൽ 9.46 ആണ്. അതിൽ താഴെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ ആ ഒരു 52 വീക്ക് ഹൈയിൽ നിന്ന് 6.46% ഒരു ഡൗണിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. എല്ലാം കൊണ്ടും ഒരു നല്ല വാല്യുവേഷനിൽ തന്നെയാണ് കാനറ ബാങ്ക് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു ഏറ്റവും ഒടുവിൽ ഈ കമ്പനി 16 രൂപയുടെ ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതായി കാണാം. മെയ് 8 അതിൻ്റെ റിസൾട്ടിനോടനുബന്ധിച്ച് ഈ ഒരു ഡിവിഡൻഡും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നല്ല റിസൾട്ടും നല്ല ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റും സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷനും എല്ലാം ചേർന്ന് നല്ലൊരു ആഘോഷം തന്നെയാണ് ഈ സ്റ്റോക്കിന് ചുറ്റും നടക്കുന്നത്. ഇത് കൂടാതെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ന്യൂസും കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇപ്പോൾ MSCI ഇൻഡെക്സ് എന്ന് പറയുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സിലെ കാനറ ബാങ്കിനെ ആഡ് ചെയ്തു എന്ന ഒരു വാർത്തയാണ് ഈ സ്റ്റോക്കിൽ മറ്റൊരു വമ്പിച്ചൊരു പോസിറ്റീവ് ന്യൂസായിട്ട് മാറാൻ പോകുന്ന വാർത്ത.
അപ്പോൾ MSCI എന്ന് പറഞ്ഞാൽ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈക്വിറ്റി ഇൻഡെക്സുകളും അതുപോലെ ഫിക്സഡ് ഇൻകം അതുപോലെ ഹെഡ്ജ് ഫണ്ട് ഇൻഡെക്സുകൾ ഇതൊക്കെ ഗ്ലോബലായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരത് പീരിയോഡിക്കലി റിവ്യൂ ചെയ്യുകയും അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിലുള്ള സ്റ്റോക്കുകളെ റീബാലൻസ് ചെയ്യുകയും ചെയ്യുന്ന ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സാണിത്. അപ്പോൾ ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു ബെഞ്ച് മാർക്കായിട്ട് കണക്കൂട്ടുന്ന ഇൻഡെക്സാണ് MSCI. പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സും അതുപോലെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും പെൻഷൻ ഫണ്ടുകളും ഒക്കെ മാനേജ് ചെയ്യുന്ന വലിയ വലിയ കമ്പനികൾ അവർ പ്രധാനമായും ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് ആണ്. അതുകൊണ്ട് ഈ ഇൻഡെക്സിൽ കയറിക്കൂടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മെയ് മാസം നമുക്ക് കാണാൻ കഴിയും അവരുടെ റിവ്യൂവിൽ MSCI 13 സ്റ്റോക്കുകൾ പുതുതായിട്ട് ഇൻഡെക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് കാനറ ബാങ്കും കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിയും. കാനറ ബാങ്ക് കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നത് JSW എനർജി, NHPC, ഇൻഡസ് ടവേഴ്സ്, ഫിനിക്സ് മിൽസ്, FNB ഫിൻടെക്, അതുപോലെ സുന്ദരം ഫിനാൻസ്, ബോഷ്, ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, സോളാർ ഇൻഡസ്ട്രീസ്, ടോറന്റ് പവർ, മാൻകൈൻഡ് ഫാർമ, തെർമാക്സ് പോലെയുള്ള സ്റ്റോക്കുകളും ഈ ഇൻഡെക്സിൽ പുതുതായി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ ഇൻഡെക്സിൽ നിന്ന് പ്രധാനമായും 3 സ്റ്റോക്കുകൾ ഒഴിവാക്കിയതായി കാണാൻ കഴിയും. ഒന്ന് ബർജർ പെയിൻ്റ് ആണ്, രണ്ടാമത്തെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ആണ്, മറ്റൊന്ന് PTM ആണ്. ഈ 3 സ്റ്റോക്കുകൾ നമുക്കറിയാം എല്ലാം അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. ഈ 3 സ്റ്റോക്കുകളെയും ആ ഇൻഡെക്സിൽ നിന്ന് ഒഴിവാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയുള്ള പോസിറ്റീവ് ന്യൂസുകളുടെ ഒരു പ്രവാഹം തന്നെ കാനറ ബാങ്കിൽ ഉണ്ടായപ്പോൾ ഈ കാനറ ബാങ്കിൽ നല്ലൊരു വോളിയം ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനിയുടെ 1 ഇയർ ആവറേജ് വോളിയം ഏകദേശം 83 ലക്ഷമാണെങ്കിൽ അതിൻ്റെ 1 മന്ത് ആവറേജ് വോളിയം 93 ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ഒരാഴ്ച അത് 1 കോടിയിൽ മേലെ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ആ 1 കോടിയുടെ അടുത്താണ് അതിൻ്റെ വോളിയം ഉള്ളത്. അപ്പോൾ കാനറ ബാങ്കിൻ്റെ ഒരു ലോങ് ടേം പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നിഫ്റ്റി 50യെ ബീറ്റ് ചെയ്തതായിട്ട് കാണാം. കാരണം നിഫ്റ്റി 50 5 വർഷം കൊടുത്തിട്ടുള്ള റിട്ടേൺ 99% ആണെങ്കിൽ കാനറ ബാങ്കിൻ്റെ റിട്ടേൺ 132% ആണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി 67% ഒരു റിട്ടേൺ മാത്രം നൽകിയപ്പോൾ കഴിഞ്ഞ 5 വർഷം ഈ സ്റ്റോക്ക് നമുക്ക് 132% റിട്ടേൺ നൽകിയതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെയും നിഫ്റ്റി 50യെയും ബീറ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ് കാനറ ബാങ്ക് കഴിഞ്ഞ 5 വർഷത്തെ ഒരു ലോങ് ടേം പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സ്, അതാണ് കാനറ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് കാനറ ബാങ്കിനെ നമ്മൾ താരതമ്യം ചെയ്യുന്ന ഇൻഡെക്സ്. അത് നോക്കുകയാണെങ്കിൽ അതിനോടടുത്ത് തന്നെയാണ് കാനറ ബാങ്കിൻ്റെയും പെർഫോമൻസ്. കാരണം 143% ആണ് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ 5 വർഷത്തെ റിട്ടേൺ. അതിനോടടുത്ത് തന്നെയാണ് ഇപ്പോൾ കാനറ ബാങ്കിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ലീഡിങ് PSU ബാങ്ക് എന്ന നിലയിലും ഒരു സ്റ്റാബിളായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്നുള്ള നിലയിലും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ലോങ് ടേം സ്റ്റോക്കാണ് യഥാർത്ഥത്തിൽ കാനറ ബാങ്ക്. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ ബൈയിങ് റെക്കമെൻഡേഷൻ. നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.